ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് കുറച്ച് വെറൈറ്റി ബട്ടർഫ്ലൈ പ്ലാന്റാണ്. ഒരൈറ്റം വെറൈറ്റിയാണ്, ബാക്കിയൊക്കെ നമ്മളെ കയ്യിലുള്ളതാണ്. അതിനെ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ട് ആണ് വീഡിയോ ചെയ്യണത്. എല്ലാവരും കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, കമൻറ്റ്. ചെടികളും പൂക്കളും ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. വീഡിയോയിലേക്ക് പോവാം. നമ്മളെ ഈ നല്ല സുന്ദരി പ്ലാന്റ് പലയിടത്തും ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇട്ടിട്ട് ആർക്കും മനസ്സിലായില്ല ഈ പ്ലാന്റ് എന്താണെന്ന്, ഇത് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് വന്നു. ഈ പ്ലാന്റ് ആവശ്യപ്പെട്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, പ്ലാന്റ് വേണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഈ സുന്ദരി പ്ലാന്റ് ബട്ടർഫ്ലൈ, ഗ്രീൻ ബട്ടർഫ്ലൈ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സാധാ ബട്ടർഫ്ലൈ പോലെയല്ല, ഇതിൽ നിറയെ കൊലകൊലയായിട്ട് ഇങ്ങനെ വന്നിട്ട് നിറയെ ഫ്ലവറാവും. ഓരോ പൂങ്കൊലയായിട്ടാണ് വരുന്നത്. നമ്മളെ സാധാ ബട്ടർഫ്ലൈ പോലെ അല്ല. ഇത് കണ്ട, ഇത് നമ്മൾ സാധാ ബട്ടർഫ്ലൈ. സാധായാണെങ്കിൽ ഇതിൻ്റെ ലീഫിന് കളർ വ്യത്യാസമുണ്ട്, 2 കളറ്. ഇത് വേറൊരു ടൈപ്പാണ്. ഇതിൻ്റെ പൂവുണ്ട, ഈ പൂവ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമുക്ക് നല്ല തണ്ടിങ്ങനെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ കുറച്ച് പൂവ് മാത്രം, അത് ചില സമയത്ത് മാത്രമേ കാണുള്ളൂ, എപ്പോഴും കാണില്ല. ഇത് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റാണ്, ബട്ടർഫ്ലൈ ആണ്. പക്ഷേ ഇതേ ടൈപ്പാണ്. ഇത് വലിയ വരുന്ന കണക്കുള്ള പൂവാണ് ഇതിൽ പറഞ്ഞാൽ. അല്പം കൂടെ കടുത്ത കളറെന്നേ ഉള്ളൂ, വല്ലപ്പോഴേ ഇതിൽ ഫ്ലവർ വരുള്ളൂ. ഇത് നമുക്ക് സാധാ ഇത് പിടിപ്പിക്കുക ശരിക്കും നല്ല വിത്ത് കണക്കാണ്. നിറയെ നമുക്ക് ഇത് പിടിപ്പിച്ച് കിട്ടും, എടുക്കാൻ നല്ല എളുപ്പമാണ്, പെട്ടെന്ന്. പക്ഷേ നല്ല ലീഫിൻ്റെ ഭംഗിയേ ഉള്ളൂ, ഫ്ലവർ അങ്ങനെ ആവാറില്ല. വല്ലപ്പോഴും മാത്രമേ കുറച്ച് ഫ്ലവർ നമുക്ക് ആയി കിട്ടുള്ളൂ. ഇതിലും ഈ ഫ്ലവർ തന്നെയാണ് പറഞ്ഞത്, ഈ ഫ്ലവർ തന്നെയാണ് ഇതിൽ പറഞ്ഞത്. ഇതിൻ്റെ ഫ്ലവറിനേക്കാളും ഇതിൻ്റെ ലീഫിനാണ് നല്ല ഭംഗി, നല്ല ബുഷിയായിട്ട് നല്ലതായിട്ട് നിൽക്കും. ഈ 3 ഐറ്റമാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 4ാമത്തെ, ഇതാണ് വെറൈറ്റി. ഇപ്പോൾ അങ്ങനെ ചിലരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റ്. നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ പരിചരണം എന്ന് പറയണത് ഓവറായിട്ടുള്ള വെയിൽ വേണ്ട, കുറച്ച് വെയിൽ, രാവിലെ കിട്ടണ ഒരു വെയിൽ, ഒരു 11 മണി വരെയൊക്കെയുള്ള വെയിൽ മാത്രം ഇതിന് മതി. ഇതിന് പിന്നെ നമ്മൾ വെള്ളം കൊടുക്കണത് നനവ് നോക്കിയിട്ട് മാത്രമേ വെള്ളം കൊടുക്കാവൂ. വെള്ളം അധികമായിപ്പോയാൽ ഈ പ്ലാന്റ് പെട്ടെന്നങ്ങ് ചീഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നനവ് നോക്കിയിട്ട് മാത്രം വെള്ളം കൊടുക്കാം. പിന്നെ ചീഞ്ഞു പോവാതിരിക്കാൻ നമുക്ക് സാഫ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം, മൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം, അതൊന്ന് ചെയ്യണം. പിന്നെ ഇതിൻ്റെ വളമായിട്ട് ഞാൻ കൊടുക്കുന്നത് NPK ആണ്. NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചാണകത്തിൻ്റെ തെളി, നമ്മളെല്ലാം മറ്റുള്ള ചെടിയൊക്കെ നമ്മൾ കൊടുക്കാറുള്ള എല്ലാ വളങ്ങളും ഇതിന് ഞാൻ കൊടുക്കാറുണ്ട്. സാഫ് ഉപയോഗിക്കാൻ മറക്കരുത്, സാഫ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കണം. ഇതിൽ ചെറിയ ചെറിയ ഇത് വന്നിരിക്കും, എന്തോന്ന് പറയണ, ഒരു വെള്ള പ്രാണി കണക്ക്, മുഞ്ഞ കണക്ക് വന്നിരുന്നിട്ട് ഇതിൻ്റെ നീരൂറ്റി കുടിക്കും. ഈ പറഞ്ഞ പൂങ്കൊലയെല്ലാം അങ്ങ് വാടി കരിഞ്ഞ് പൂ ഫുള്ളും വിടർന്ന് വരാതെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ നോക്കാൻ പറയാം, ഇതിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് ഈ മുഞ്ഞയിച്ച ഈ ഒരു പ്രാണി നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ പറന്നു പോവും, അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കണം, ലീഫിലെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എല്ലാവരും ഈ ബട്ടർഫ്ലൈ ആണ് ഇതാണോ ഫ്ലവർ ആവണേ എന്നുള്ള ഇതിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ ഞാനും ആദ്യം അങ്ങനെയാണ് കരുതിയത്, ഇതുപോലെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നല്ല ഓമനിച്ച് വളർത്തി. പക്ഷേ അതിൽ പറഞ്ഞ ഫ്ലവർ കണ്ടപ്പോൾ മനസ്സിലായി അതല്ല ഇതൊന്നും. ഈ ലീഫിന് നല്ല വ്യത്യാസമുണ്ട്. എന്താ ഇങ്ങനത്തെ റൗണ്ടിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ലീഫ് പറഞ്ഞത് വേറൊരു കളർ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസം കണ്ട. അതിൻ്റെ അരികൊക്കെ നല്ല ചെറിയൊരു വ്യത്യാസത്തിലാണ് പറഞ്ഞത്. ഈ ലീഫിൻ്റെ ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് ചിലർക്ക് മനസ്സിലാവാൻ വഴിയില്ല. ഏതാണ്ട് കാണാനൊക്കെ ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇലയ്ക്ക് ചെറിയൊരു വാട്ടം, ചെറിയൊരു ഈ റൗണ്ട് ഇങ്ങനത്തതിൻ്റെ വ്യത്യാസമേ ഈ പ്ലാന്റിന് വരണുള്ളൂ. പിന്നെ മറ്റുള്ള ഈ ബട്ടർഫ്ലൈ പ്ലാന്റൊക്കെ നമുക്ക് പെട്ടെന്നൊരു ലീഫ് വെച്ചിട്ട് നമുക്ക് കുത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ നിറയെ വിത്ത് കാണും, ആ വിത്ത് കിഴങ്ങ് കാണും. ആ കിഴങ്ങെടുത്ത് നമുക്ക് വേർതിരിച്ച് വെച്ചിട്ട് നമുക്ക് പിടിപ്പിക്കുക. ഇതിൻ്റെ ലീഫ് വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പുതിയ പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റും.
ഇതിൻ്റെ ലീഫ് എടുത്ത് അടർത്തിയെടുത്തിട്ട് മണ്ണിൽ കുത്തിയാലും പുതിയ പ്ലാന്റ് ആക്കാം. നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഈ പ്ലാന്റ് അതിലൊന്നും പറ്റില്ല. നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല. വെള്ളത്തിൽ വെച്ചിട്ട് അഴുകി പോകണം, മണ്ണിൽ വെച്ചിട്ടും പറ്റില്ല. പിന്നെ ഇതിൻ്റെ ചുവട്ടിലൊന്നും പറഞ്ഞാൽ കിഴങ്ങില്ല. ഈ ചെടിയുടെ ചുവട്ടിൽ നിന്ന് തൈ ഇങ്ങനെ പൊട്ടി വരെയാണ് ചെയ്യണത്. വരാൻ ഭയങ്കര പാടുമാണ് ഈ പ്ലാന്റ്. അതുകൊണ്ട് ഈ പ്ലാന്റിന് ഇത്തിരി റേറ്റും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തൈയാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത്തിരി റേറ്റുള്ള പ്ലാന്റാണ്. പക്ഷേ ഈ പ്ലാന്റ് 1-2 ചട്ടിയിലുണ്ടെങ്കിൽ നല്ല വിഷയമായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. നമുക്ക് വേറെ പ്ലാന്റ് ഒന്നും ഇല്ലെങ്കിലും ഇത് നല്ല ഭംഗിയായിട്ടിരിക്കും. കൂട്ടുകാർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചെടികളെ പ്ലാന്റ് വ്യത്യാസം നോക്കി മനസ്സിലാക്കി വെച്ചിട്ട് ഇതുപോലെ എന്തായാലും ഫ്ലവർ കണ്ടിട്ട് വാങ്ങിക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പലർക്കും സംശയമാണ്, പലരും എൻ്റെ അടുത്ത് ചോദിക്കും ഇതാണോ അതൊന്നും. പക്ഷേ എനിക്ക് പോലും പറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോഴാണ് അത് നേരെ അറിയാൻ പറ്റിയത്. കൂട്ടുകാർക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഇത് എത്ര റേറ്റ് ആയാലും കുഴപ്പമില്ല, ഈ പ്ലാന്റ് വാങ്ങിച്ചു വയ്ക്കണം. പെട്ടെന്നൊന്നും നമ്മളേന്ന് പോകില്ല. എൻ്റെ നിന്ന് കിട്ടിയിട്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. വേറെ സാഫൊക്കെ ഒഴിച്ചു കൊടുക്കണോണ്ടും അതുപോലെ നനവ് നോക്കിയിട്ട് വെള്ളം കൊടുക്കണോണ്ടും നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഓവറായിട്ട് വെയിലുള്ളിടത്തിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ലീഫ് അങ്ങ് കരിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ വയ്ക്കാതിരുന്നാൽ മതി. എന്നാൽ നല്ല വെളിച്ചവും കിട്ടണം. 11 മണി വരെയുള്ള വെയിൽ വേണം, ഞാൻ കൊടുത്താൽ മതി. കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.